ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാള് ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ച ആഘോഷം കൊണ്ടാടുകയാണ്. സഭയുടെ പെരുന്നാളുകളിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന 3 പെരുന്നാളുകൾ: ക്രിസ്മസ്, ഈസ്റ്റർ, പന്തക്കുസ്ത. ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജനനമാണ്. ഈസ്റ്റർ ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. പന്തക്കുസ്ത തിരുസഭയുടെ പ്രോദ്ഘാടനമാണ്. പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി, ബട്ട് ഇറ്റ്സ് എ നെവർ എൻഡിങ് റിയാലിറ്റി. കഴിഞ്ഞുപോയ ഏതോ ഒരു സംഭവത്തിൻ്റെ അനുസ്മരണമാണ് പന്തക്കുസ്ത എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ഒരിക്കലും അവസാനിക്കാത്ത കർത്താവിൻ്റെ ഇടപെടലിൻ്റെ വലിയ അനുഭവമാണ് പന്തക്കുസ്ത. പന്തക്കുസ്ത തിരുനാളിലെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിലൂടെ സഭ മുന്നോട്ട് പോകുന്ന പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ബൈബിളിലെ പല പ്രതീകങ്ങളിലെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 5 പ്രതീകങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, കൊടുങ്കാറ്റെന്നാണ്. പന്തക്കുസ്തയിൽ കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് പറയുന്നത്. 2, അഗ്നിജ്വാലകൾ. സ്ലീഹന്മാരുടെ ഒന്നിച്ച് പന്തക്കുസ്ത ആഘോഷിക്കുന്ന തിരുനാള് കൊണ്ടാടുമ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നതായിട്ട് നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ടുള്ള വലിയ അനുഭവമായിരുന്നു. ഭാഷാവരം, പ്രസംഗവരം, സൗഖ്യം കൊടുക്കാനുള്ള വരം. പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്തായുടെ ഓർമ്മ പുതുക്കുന്ന ഈ കാലഘട്ടത്തിലെ നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. പരിശുദ്ധാത്മാവ് ആരാണെന്ന് കൃത്യതയോടും വ്യക്തതയോടും കൂടെ മനസ്സിലാക്കുന്ന ഒരു കത്തോലിക്കനായിട്ട് നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിനെ ബൈബിളിൽ പറയുന്ന പേരുകൾ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തട്ടെ. സത്യാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, അതിന് വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ദൈവാത്മാവ്, ദൈവം ത്രിത്വൈക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ത്രിത്വൈക ദൈവത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനമാണ് സൂചിപ്പിക്കുന്നത്. ആശ്വാസദായകൻ. എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് അസ്വസ്ഥതയല്ല, ആശ്വാസമാണ്. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത്. സത്യം കണ്ടെത്താനുള്ള നമ്മുടെ പരിശ്രമങ്ങളില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലേ നമുക്കുണ്ടാകണം. വിവേചനത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഡിസ്ക്രീഷൻ. പലപ്പോഴും നന്മ തിന്മ തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ ഒരു പോരാട്ടം ഉണ്ടല്ലോ. ഈ പോരാട്ടത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വെളുക്കാണ്, വെളിച്ചമാണ് പരിശുദ്ധാത്മാവ്. വിവേകത്തിൻ്റെ ആത്മാവ്. സോളമനാണ് ഏറ്റവും വിവേകശാലിയായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരാൾ. സോളമൻ്റെ വിവേകം. പക്ഷെ സോളമൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. ആലോചനയുടെ ആത്മാവ്. നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് ആലോചിക്കുന്നവരാണ്. പക്ഷെ പരിശുദ്ധാത്മാവാണ് ആലോചനയുടെ വിളക്ക്, നമുക്ക് വെളിച്ചം തരുന്നത്. ശക്തിയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് പവർ. ചിലപ്പോഴൊക്കെ നമ്മുടെ വചനപ്രഘോഷണങ്ങളും നമ്മുടെ രോഗശാന്തി ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കപ്പെടുന്നത് അത് ആത്മാവിൻ്റെ ശക്തിയാണ്. അറിവിൻ്റെ ആത്മാവ്, തിരിച്ചറിവിൻ്റെ ആത്മാവെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അറിവിൻ്റെ ആത്മാവ്. നമ്മൾ ഏതൊരു മീറ്റിംഗ് ആരംഭിക്കുന്നു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കാരണം അറിവ്, തിരിച്ചറിവൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളൊക്കെ പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും ഒക്കെ ഉള്ളുന്നവരാണ്. പക്ഷെ മനസ്സിലാക്കുക, നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പ്രലോഭനങ്ങളിലും ദൈവത്തിൻ്റെ വഴികൾ കണ്ടെത്താൻ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസകൻ, ദൈവം നമുക്ക് നൽകുന്ന ശക്തിദായകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ
12-ാമത്തെ അധ്യായത്തിൽ 4 തുടങ്ങി 11 വരെയുള്ള വചനങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് അപ്പസ്തോലൻ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ദാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് പണ്ട് കാലത്ത് എന്നോ കൊടുത്ത് തീർന്ന സ്റ്റോക്ക് തീർന്ന ഒരു ഐറ്റം അല്ല. ഇന്നും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ദാനങ്ങള് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിവേകം എത്രയോ മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. ബുദ്ധിയുള്ള പലർക്കും വിവേകമില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. വിവേകത്തിന്റെ കുറവ് കൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചിലപ്പോഴും പ്രതിസന്ധികളിലുള്ള ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് വിവേകം കിട്ടും. തീരുമാനമെടുക്കാനുള്ള വെളിച്ചം, വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസത്തിന്റെ നിറവ് നമുക്ക് സംഭവിക്കും. വിശ്വസിച്ചവർക്കാണ് ദൈവം രക്ഷ നൽകിയത്. മറിയം വിശ്വസിച്ചു, ഈശോയുടെ അമ്മയായി. യൗസേപ്പ് പിതാവ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ആത്മാവ് ഇടപെട്ടു. യൗസേപ്പ് തിരിച്ചു നടന്നു. വിശ്വാസം നമുക്ക് നൽകുന്ന വലിയ കൃപ. രോഗശാന്തി ഞാൻ ഓർക്കുന്നുണ്ട്. തൃശ്ശൂര് ജോലി ചെയ്ത് ദീർഘകാലം ജോലി ചെയ്തു പോയ ഒരു ഡോക്ടർ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വേളയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ ക്യാൻ ടേക്ക് യു ഹോൾ ദ വേ. രോഗശാന്തി ഒരു മിഥ്യയല്ല. രോഗശാന്തി ദൈവത്തിന്റെ ഇടപെടലിന്റെ വലിയൊരു കൃപയാണ്. അതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കരിസ്മാറ്റിക് കൺവെൻഷനിലൊക്കെ പോയിട്ട് രോഗശാന്തി കിട്ടിയവരുണ്ട്. ഈ അടുത്ത് ഞാനൊരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിതാവ് ഒരിക്കലും സംസാരിക്കാത്ത കുഞ്ഞായിരുന്നു, ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. കരിസ്മാറ്റിക് കൺവെൻഷനിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കുഞ്ഞെ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞാ. ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി ചെന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, രോഗശാന്തി, അത്ഭുത പ്രവർത്തനങ്ങള്, പ്രവചനം. പ്രവാചകന്മാര് പ്രവചിച്ചത് അവരുടെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. വിവേചനാവരം, വിവേചിച്ചറിയാനുള്ള വരം, ഭാഷാവരം, അതുപോലെ തന്നെ വ്യാഖ്യാനവരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത തിരുനാള് കൊണ്ടാടുമ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്ത അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. എന്നാണോ പന്തക്കുസ്തായുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നിലയ്ക്കുന്നത്, എന്നാണോ സഭാത്മക ജീവിതത്തിൽ അത് അവസാനിക്കുന്നത്, അന്ന് എല്ലാം അവസാനിച്ചു. അവസാനിക്കാത്ത ദൈവത്തിൻ്റെ കൊടുങ്കാറ്റ്, പ്രത്യേകിച്ച് ഞാൻ പറയും മിഷൻ പ്രവർത്തനങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു തുറവി, അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. ചിലപ്പോഴൊക്കെ കത്തോലിക്ക സഭ കേരളത്തിലെ സീറോ മലബാർ സഭയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്, വി ഹാവ് ബിക്കം എ മെയിൻ്റനൻസ് ചർച്ച്. ഉള്ളതൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കുക അല്ല, വി ഹാവ് ടു ബിക്കം എ മിഷണറി ചർച്ച്. ധാരാളം തുറവിയോടുകൂടെ മിഷൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. ധാരാളം അൽമായര് ഇപ്പോഴ് മിഷൻ പ്രവർത്തനങ്ങൾ കാണാനായിട്ട് പോകുന്ന ഒരു കൗതുകം. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഇത് പന്തക്കുസ്തായുടെ ഭാഗമാണ്. മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഔദാര്യമായിട്ട് ദാനം ചെയ്യുന്ന ധാരാളം വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് പന്തക്കുസ്തായുടെ തുടർച്ചയാണ്. രോഗശാന്തി നൽകുന്ന നമ്മുടെ ആതുരാലയങ്ങള്, ആസ്പത്രികള്, അത് പന്തക്കുസ്തായുടെ തുടർച്ചയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നമ്മുടെ പള്ളിക്കൂടങ്ങള് പന്തക്കുസ്തായുടെ തുടർച്ചയാണ്. അതുകൊണ്ട് പന്തക്കുസ്ത തിരുനാൾ കൊണ്ടാടുന്ന ഈ നല്ല ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം പന്തക്കുസ്തായോട് തുറവിയുള്ളവരാകാൻ കാരണമാകട്ടെ. ഇരുട്ടിന്റെ പുത്രനാണ് യൂദാസ്. യൂദാസ് പോയിടത്തൊക്കെ ഇരുട്ടായിരുന്നു. പന്തക്കുസ്ത ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് പന്തക്കുസ്തായുടെ തിരുനാള് കൊണ്ടാടുന്ന ഈ വലിയ മുഹൂർത്തത്തിലെ പന്തക്കുസ്ത അവസാനിക്കാതെ ഇന്നും സഭയിൽ തുടരുന്നുണ്ട്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ തുടരുന്നുണ്ട്.
എൻ്റെ സമൂഹ ജീവിതത്തിൽ തുടരുന്നുണ്ട്, എൻ്റെ സഭാ ജീവിതത്തിൽ തുടരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ പൂരിതരാക്കി നവീകരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.